ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലടാ. കുറെ നാളുകളായി നിങ്ങളെയൊക്കെ കണ്ടിട്ട് എല്ലാവരും ഗംഭീരമായി തന്നെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് എന്ന കാര്യം അണ്ണന് ഉറപ്പാണ്. മക്കളെ, ഒരേ ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഫിസിക്സിൽ അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. സോ അതിനുള്ള മരുന്നുമായിട്ടാണ് അണ്ണൻ വന്നിരിക്കുന്നത്. സോ ഈ വീഡിയോയുടെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ റൂട്ട് ടു അപെക്സ് ആണ്. അഥവാ ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. 30 ചോദ്യങ്ങളാണ്, എണ്ണം പറഞ്ഞ 30 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വേറെ ഏത് ചോദ്യങ്ങൾ പഠിക്കുന്നതിന് മുൻപായിട്ടും നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട 30 ഏറ്റവും പ്രധാനപ്പെട്ട, എക്സാമിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള, ഏറ്റവും കൂടുതൽ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. 30 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. എന്റെ മക്കൾ തയ്യാറാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ തുടങ്ങുക. അതിനകത്ത് ഒരു മടിയും വേണ്ട. അതുപോലെ തന്നെ ഈ പറയുന്ന വീഡിയോ കണ്ടു തീർന്നതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടിയെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിലും ആ കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരും പ്രകടിപ്പിക്കണം. അത് ഞാൻ തുടക്കത്തിലെ തന്നെ നിങ്ങളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടും ലേറ്റ് ആക്കാതെ 30 ചോദ്യങ്ങളിലെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നു. നിങ്ങൾ എല്ലാവരും സെൽഫായിട്ട് ഇവാലുവേറ്റ് ചെയ്യണം. ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുമോ എന്ന കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തെടുക്കണം. എനിക്കറിയാം പരമാവധി ചോദ്യങ്ങളും എന്റെ മക്കൾക്ക് അറിയുന്നതായിരിക്കും. എങ്കിലും പുതിയ ചോദ്യങ്ങൾ വരുമ്പോൾ അതും ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ കാപ്പബിൾ ആയിരിക്കണം. സോ എല്ലാം നമുക്ക് സെറ്റാക്കി എടുക്കാം. മുഴുവൻ മാർക്കും നമുക്ക് ഉറപ്പിക്കേണ്ടതുണ്ട്. ഒട്ടും ലേറ്റ് ആക്കാതെ ഓരോരോ ചോദ്യങ്ങളിലോട്ട് കടക്കുന്നു. തയ്യാറല്ലേ? യെസ്, എല്ലാവരും റെഡിയാണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, ഹിയർ കംസ് യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഒരു മോഡൽ എക്സാമിൽ ചോദിച്ച ചോദ്യമാണ്. വർഷം ഞാൻ മെൻഷൻ ചെയ്യാനുള്ള കാരണം ഈ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ്. 2022 മോഡൽ എക്സാമിൽ ചോദിച്ച ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ മിറർ ഫോംസ് ഇമേജ് ലാർജർ ദാൻ ദ ഒബ്ജക്ട്? വസ്തുവിനേക്കാളും വലിയ പ്രതിബിംബം രൂപീകരിക്കുന്ന ദർപ്പണം ഏതാണ്? ഏതു മിററിലാണ് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ഉണ്ടാവുന്നത്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഏത് മിററാണ് മക്കളെ? അത് ഉറപ്പായും ഏതാണ്? കമോൺ, യെസ്, ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. അതൊരു കോൺകേവ് ദർപ്പണമായിരിക്കും. അതിന്റെ കാരണം എന്താണ്? നമുക്ക് അതിന്റെ ഇമേജ് ഫോർമേഷൻ ഒക്കെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചാണ്, ശരിയല്ലേ? ഒരു പ്ലെയിൻ മിറർ ആണെങ്കിൽ ഒബ്ജക്റ്റിന്റെ അതേ സൈസുള്ള ഇമേജ് ആണ് ഫോം ചെയ്യുക. എന്നാൽ ഒരു കോൺവെക്സ് മിറർ ആണെങ്കിലോ, കോൺവെക്സ് ദർപ്പണമാണെങ്കിലോ ആ ഒബ്ജക്റ്റിനേക്കാളും ചെറിയ ഇമേജ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഒരു കോൺകേവ് മിററിൽ മാത്രമാണ് ഒബ്ജക്റ്റിനേക്കാളും വലിയ ഇമേജ് ഫോം ചെയ്യുക. ക്ലിയർ അല്ലേ? ആ വലിയ ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കണമെന്നും ആ ഇമേജിന്റെ ഫീച്ചേഴ്സും എല്ലാം നമ്മൾ റേ ഡയഗ്രാമിലൂടെ പഠിച്ചതാണ് മക്കളെ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ അത് ഓർമ്മയുണ്ട് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സെറ്റ്. അടുത്ത ചോദ്യത്തിലോട്ട് കടക്കുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് കടക്കുന്നു. ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ. ഈ ചോദ്യം നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അഥവാ വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്ന ചാപ്റ്റർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. സോ ആ ചാപ്റ്ററിൽ പല കുട്ടികൾക്കും സാറേ ആ ചാപ്റ്റർ നമ്മുടെ പരീക്ഷയ്ക്ക് ഉണ്ടോ, അതിനകത്ത് നിന്ന് ഏതൊക്കെ പോർഷൻസിനാണ് ഇനി ക്രിസ്മസ് എക്സാമിന് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. മക്കളെ, ഒരേ ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. നിങ്ങളുടെ തെറ്റിദ്ധാരണ എന്ന് വെച്ചാൽ ഓണപ്പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് ക്രിസ്മസ് പരീക്ഷയിൽ ചോദ്യം വരില്ല, അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദ്യം വരില്ല എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ആദ്യം തന്നെ മാറ്റിയെടുക്കുക. മറിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മുതൽ നമ്മുടെ വിഷൻ ആൻഡ് വേൾഡ് ഓഫ് കളേഴ്സ് വരെയുള്ള ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെയധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിന് മുൻപുള്ള 2 ചാപ്റ്റേഴ്സിൽ നിന്ന് വളരെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ചോദ്യങ്ങൾ വരും. അത് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. റൈറ്റ്. സോ ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ് എന്നൊരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കാം. ഏതെങ്കിലും ഒരു ട്രാൻസ്ഫോമറിന്റെ പടം തന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ ചോദിക്കാം. ഇത് ഏത് ട്രാൻസ്ഫോമർ ആണ് മക്കളെ? നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. ഇവിടെയുള്ള സെക്കൻഡറി ടേൺസിന്റെ എണ്ണം പ്രൈമറി ടേൺസിനേക്കാളും കൂടുതലല്ലേ? നോക്കടാ മക്കളെ, NS ഈസ് ഗ്രേറ്റർ ദാൻ NP അല്ലടാ. സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലുള്ളതിനേക്കാളും കൂടുതലാണെങ്കിൽ ഒരു സംശയവും എന്റെ മക്കൾക്ക് വേണ്ട. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. യെസ്, ദിസ് ഈസ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഒരു മാർക്ക് ഭദ്രമായി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. സെറ്റ്. ഗംഭീരമായിട്ട് മനസ്സിലായില്ല, ഒരു തരി സംശയമില്ലാലോടാ. അടുത്ത ചോദ്യത്തിലൂടെ നെക്സ്റ്റ്. അതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സീനിയേഴ്സിനെ കുഴപ്പിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നിസ്സാരമായ സമയത്ത് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. മാർച്ച് 2021 ചോദിച്ച ചോദ്യം പഠിക്കണം മക്കളെ. മലയാളം ഉണ്ട്, അപ്പൊ പേടിക്കണ്ട. ദ മാഗ്നിഫിക്കേഷൻ ഓഫ് ദ ഇമേജ് ഫോംഡ് ഇൻ എ മിറർ ഈസ് -1. എന്താ പറയുന്നത്? ആ ഒരു ദർപ്പണത്തിലുള്ള ആവർത്തനം എന്ന് പറഞ്ഞാൽ എത്രയാണ്? -1 ആണ്. മാഗ്നിഫിക്കേഷൻ -1 ആണ്. എന്താ ചോദ്യം? വാട്ട് ഈസ് ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ്? ആവർത്തനത്തിലെ നെഗറ്റീവ് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് ഈ നെഗറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെയുള്ള പ്രതിബിംബം അഥവാ ഇമേജ് എങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും? ഒരു തരി സംശയം വേണ്ട.
അത് ഉറപ്പായും റിയലും ഇൻവേർട്ടഡുമായ ഇമേജ് ആയിരിക്കും. ശരിയല്ലേ? അത് ഉറപ്പായും യഥാർത്ഥവും തലകീഴായിട്ടുമുള്ള പ്രതിബിംബമായിരിക്കും, ഒരു സംശയമില്ല. ബിക്കോസ് മാഗ്നിഫിക്കേഷൻ അഥവാ ആവർത്തനം നെഗറ്റീവാണ്. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. റൈറ്റ്? എന്താണ് ആവർത്തനം എന്ന് പറഞ്ഞാൽ? എന്താണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് മാഗ്നിഫിക്കേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം, മാഗ്നിഫിക്കേഷൻ എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? HI/H0 ആണ്. ശരിയല്ലേ? ഹൈറ്റ് ഓഫ് ദ ഇമേജിന്റെയും ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റിന്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. പഠിച്ചെടുത്തതാണ്, അന്തസ്സായിട്ട് മനസ്സിലാക്കിയതാണ്. എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? പ്രതിബിംബത്തിന്റെ ഉയരത്തിന്റെയും അതുപോലെ തന്നെ വസ്തുവിന്റെ ഉയരത്തിന്റെയും റേഷ്യോ ആണ് എന്തെന്ന് പറയുന്നത് ആവർത്തനം അഥവാ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിന് മറ്റൊരു ഫോർമുല കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. M=HI/H0 നമുക്കറിയാം. അതിന്റെ കൂടെ തന്നെ -V/U കൂടി നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക. അത് ഓറിയന്റഡ് ആയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കൂടി പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. സെറ്റ്. അടുത്തത്, ഐഡന്റിഫൈ ദ മിറർ യൂസ്ഡ്. നിങ്ങൾ പറയടാ, ഇവിടെ മാഗ്നിഫിക്കേഷൻ -1 ആണ്. അതവിടെ നിൽക്കട്ടെ. മൈനസ് ഉള്ളതിനാൽ തന്നെ അത് റിയൽ ഇമേജ് ആണ്, യഥാർത്ഥ പ്രതിബിംബമാണ്. ഏത് ദർപ്പണമാണ് മക്കളെ, ഏത് മിററാണ് മക്കളെ റിയൽ ഇമേജ് ഫോം ചെയ്യുക? നിങ്ങൾ ഓരോരുത്തരും പറയണം, ഏത് മിററാണ് റിയൽ ഇമേജ് ഫോം ചെയ്യുക? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. ഉറപ്പായും നമുക്ക് പറയാൻ സാധിക്കും, ഇറ്റ് ഈസ് എ കോൺകേവ് മിറർ. അത് ഉറപ്പായും നിങ്ങൾക്ക് പറയാൻ സാധിക്കണം, അതൊരു കോൺകേവ് ദർപ്പണമാണ്, അതൊരു കോൺകേവ് മിററാണ്. അടുത്തൊരു കാര്യം, ഇതിന്റെ കൂടെ അണ്ണൻ ചോദിക്കട്ടെ, എത്ര പേർ കുറച്ചുകൂടി ആഴത്തിൽ അറിവുണ്ട് എന്ന കാര്യം എനിക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒബ്ജക്റ്റിന്റെ സ്ഥാനം എവിടെയായിരിക്കും? വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും? മാഗ്നിഫിക്കേഷൻ -1 ആണ് എങ്കിൽ വസ്തുവിന്റെ സ്ഥാനം എവിടെയായിരിക്കും? നമ്മളൊരു കാര്യം പഠിച്ചതാണ്, നമ്മളൊരു കൺസെപ്റ്റ് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണ. മോഡുലസ് ഓഫ് M ഈസ് ഈക്വൽ ടു, ഇവിടെ എന്തൊരു മോഡുലസ് ഓഫ് -1, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ശരിയല്ലേ? അഥവാ ആവർത്തനത്തിന്റെ മോഡുലസ് എടുത്തപ്പോൾ, മാഗ്നിഫിക്കേഷന്റെ മോഡുലസ് എടുത്തപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എത്രയാണ്? 1 ആണ്. അങ്ങനെ 1 കിട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പിക്കാൻ സാധിക്കും? ഒബ്ജക്റ്റിനും ഇമേജിനും ഒരേ വലുപ്പമായിരിക്കും, വസ്തുവിനും പ്രതിബിംബത്തിനും ഒരേ വലുപ്പമായിരിക്കും. എങ്കിൽ എവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് വെക്കേണ്ടത്? ഒരു തരി സംശയം നിങ്ങൾക്ക് വേണ്ട. വി ഹാവ് ടു പ്ലേസ് അവർ ഒബ്ജക്ട് അറ്റ് സെന്റർ ഓഫ് കർവേച്ചർ. നമ്മുടെ വസ്തുവിനെ നമ്മൾ സെന്റർ ഓഫ് കർവേച്ചറിലാണ് പ്ലേസ് ചെയ്യേണ്ടത്, സിയിലാണ് പ്ലേസ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ പ്രതിബിംബത്തിന് വസ്തുവിന്റെ അതേ വലുപ്പം ഉണ്ടാവത്തുള്ളൂ. ആ പ്രതിബിംബം ഒരു റിയൽ ആയിരിക്കത്തുള്ളൂ, അതുപോലെ തന്നെ ഇൻവേർട്ടഡ് ആയിരിക്കത്തുള്ളൂ, യഥാർത്ഥമായിരിക്കത്തുള്ളൂ, അതുപോലെ തന്നെ തലകീഴായിട്ടായിരിക്കത്തുള്ളൂ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? കോൺഫിഡൻസ് വന്നോളാം. ഒരു ചോദ്യം കാണുമ്പോൾ അതിൽ നിന്നുള്ള പരമാവധി പോസിബിൾ ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ലടാ, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലടാ മക്കളെ. എങ്കിൽ അടുത്തതിലോട്ട് കിടക്കാം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ടു അവർ നെക്സ്റ്റ് വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് 2 മാർക്കിന്റെ കാറ്റഗറിയിൽ ആ ചാപ്റ്ററിൽ നിന്ന് തിരിച്ചും മറിച്ചും തിരിച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. മോഡൽ എക്സാം 2022 ചോദിച്ച ചോദ്യം. എന്താണ് കാണുന്നത്? 2 പ്ലെയിൻ മിറേഴ്സ് ആർ പ്ലേസ്ഡ് അറ്റ് എ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോൺ ആംഗിൾ വ്യത്യാസത്തിൽ വെച്ചിരിക്കുന്നു. വാട്ട് വിൽ ബി ദ നമ്പർ ഓഫ് ഇമേജസ് ഫോംഡ് ബൈ ദം? അവർക്കിടയിൽ എത്ര പ്രതിബിംബങ്ങൾ ഉണ്ടാവും? നമ്മൾ ഈ ഫോർമുല പഠിച്ചതാണ്. നമ്പർ ഓഫ് ഇമേജസ് കണ്ടുപിടിക്കാൻ പ്രതിബിംബങ്ങളുടെ എണ്ണം, 2 സമതല ദർപ്പണങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചതാണ് മക്കളെ. എന്തായിരുന്നു? യെസ്, N = 360/θ -1. ഇതാണ് ഫോർമുല എന്ന് പറയുന്നത്. സോ ഇവിടെ എന്ത് വരും? N = 360 θ എത്രയാണ്? 60 ഡിഗ്രി കോൺ ആംഗിളിലല്ലേ വെച്ചിരിക്കുന്നത്, ഡിവൈഡഡ് ബൈ 60 -1. സോ 360/60 എത്രയാണ്? 0 വെട്ടണം, അപ്പൊ 6 കിട്ടി. 36/6 എത്രയാണ്? 6 ആണ്. സോ N = 6 - 1. സോ N = 5. സോ എത്ര ഇമേജുകൾ ഇവിടെ ഫോം ചെയ്യണം മക്കളെ? 5 പ്രതിബിംബങ്ങൾ ഉണ്ടാവും, 5 ഇമേജുകൾ ഇവിടെ ഫോം ചെയ്യും. ഇത് മനസ്സിൽ ഉറപ്പിക്കുക, നിങ്ങൾ എല്ലാവരും പഠിക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഈ 60 എന്ന് പറയുന്നത് ചിലപ്പോൾ 120 ആവാം, ചിലപ്പോൾ 90 ആവാം, ചിലപ്പോൾ 180 ആവാം. സോ അവർക്ക് കൺവീനിയന്റ് ആയ രീതിയിൽ ആ ആംഗിൾ അവർ മാറി തരും. പക്ഷെ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് തന്നെയായിരിക്കും. ചില ചോദ്യങ്ങളിൽ വേറെ രീതിയിലും ചോദിക്കാം. അഥവാ നമ്പർ ഓഫ് ഇമേജുകൾ എന്ന് പറയുന്നത് 2 ആണെങ്കിൽ അത് ഏത് ആംഗിളിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക? അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇമേജുകൾ എന്ന് പറയുന്നത് 3 ആണെങ്കിൽ അവ ഏത് ആംഗിളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക? അത്തരത്തിലും ചോദ്യം ചോദിക്കാം. അത് ഞാൻ A+ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസിൽ അത്തരം ഒരു ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ എല്ലാവരും പഠിച്ചിരിക്കണം കേട്ടോ. ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ പരീക്ഷയിൽ എക്സ്പെക്ട് ചെയ്യണം. ക്ലിഞ്ചൻ, അടുത്തിലൂടെ കിടക്കാം.
ഐഡന്റിഫൈ ദ ഡിവൈസ് ആൻഡ് മാർക്ക് ദ പാർട്സ്. ഇത് ഏത് ഉപകരണമാണ്? നിസ്താരമായിട്ട് പറയാൻ സാധിക്കും ഇത് ഏത് ഉപകരണമാണ്. ഇത് നമ്മുടെ സ്വന്തം മൈക്രോഫോൺ ആണ്. ശരിയല്ലേ? മൈക്രോഫോൺ ആണ്, ഒരു സംശയമില്ല. ഭാഗങ്ങൾ അടയാളപ്പെടുത്താം. മൈക്രോഫോണിന്റെ എ എന്ന് പറയുന്നത് എന്താ മക്കളെ? എ എന്ന് പറയുന്നത് ഡയഫ്രം ആണ്. ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന വോയിസ് കോയിലാണ്. ഒരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. ശബ്ദം വന്ന് ഡയഫ്രത്തിൽ പതിക്കുന്ന സമയത്ത് ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഡയഫ്രത്തിന് മുന്നിലുള്ള വോയിസ് കോയിലും വൈബ്രേറ്റ് ചെയ്യും. ആ വോയിസ് കോയിൽ എവിടെ കിടന്നാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്? അതൊരു കാന്തിക മണ്ഡലത്തിലാണ്, അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ കിടന്നാണ് വൈബ്രേറ്റ് ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും, EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും, ഇലക്ട്രിക്കൽ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ വർക്കിംഗ് നമ്മൾ പലതവണ പഠിച്ചാണ്. നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗങ്ങൾ മനസ്സിലാക്കുക. എ എന്ന് പറഞ്ഞാൽ ഡയഫ്രം ആണ്, ബി എന്ന് പറഞ്ഞാൽ വോയിസ് കോയിലാണ്. ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, അടുത്തത് മാർച്ച് 2021 റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയി ചോദിച്ച വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ നമ്മൾ അടുത്തതായിട്ട് ക്രാക്ക് ചെയ്യാൻ പോകുന്നു, അടുത്തതായിട്ട് പഠിച്ചെടുക്കാൻ പോകുന്നു. തയ്യാറല്ലേ? വാടാ മക്കളെ. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഒരു ഒബ്ജക്റ്റിനെ കാണാൻ സാധിക്കുന്നു, ഒരു ഇമേജ് കാണാൻ സാധിക്കുന്നു, ഒരു കോൺകേവ് മിററിനെയും കാണാൻ സാധിക്കുന്നു. റൈറ്റ് സാർ, ഇങ്ങനെയും ഇമേജ് ഫോം ചെയ്യാമോ? ഇങ്ങനെയും ഫോം ചെയ്യാം. പല കുട്ടികളെയും തെറ്റിദ്ധാരണ, നേരെ വന്ന് പോളിൽ പോയി ഇടിച്ച് അതേ ആംഗിളിൽ വന്നാൽ മാത്രമേ ഇമേജ് ഫോം ചെയ്യുന്നു. അങ്ങനെയില്ലടാ, ഏതൊരു ഇതിൽ പോയി ഇടിച്ച് പാരലലി വരുമ്പോഴും ഇമേജ് ഫോർമേഷൻ നടക്കും. സോ നേരെ ഓപ്പോസിറ്റ് ആണ്, ഇങ്ങനെയും ഉണ്ടാവാം. ഓക്കെ റൈറ്റ്. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്? മലയാളം ഉണ്ടേ? യെസ്. ഓക്കെ, ഈ ഡാറ്റാസ് പ്രയോജനപ്പെടുത്തി ഇവിടെയുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കാനാണ് പറയുന്നത്. വക്രത ആരം 30 സെന്റിമീറ്റർ ആണെന്ന് അവർ നൽകിയിട്ടുണ്ട്, അഥവാ റേഡിയസ് ഓഫ് കർവേച്ചർ. യെസ്, റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാന്ന് പറയുന്നുണ്ട്? 30 സെന്റിമീറ്റർ ആണെന്ന് അവർ നൽകിയിട്ടുണ്ട്. ചിത്രം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കാം. ഒബ്ജക്റ്റ് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. സോ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? അത് 60 സെന്റിമീറ്റർ ആണ്. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് ഉറപ്പിക്കാം, അത് 60 സെന്റിമീറ്റർ ആണ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ബ്ലാങ്ക് ഇട്ടിരിക്കുന്നത് നോക്കാം. ഡിസ്റ്റൻസ് ഫ്രം ദ മിറർ ടു ദ ഒബ്ജക്റ്റ് യു. ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലോട്ടുള്ള ദൂരം, ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് യു എത്രയാണ്? 60 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, കാരണം കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് -60 സെന്റിമീറ്റർ എന്ന് തന്നെ എഴുതണം. -60 സെന്റിമീറ്റർ എന്ന് എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. മൈനസ് നിങ്ങൾ മറക്കരുത്. ഫോക്കൽ ലെങ്ത്, റേഡിയസ് ഓഫ് കർവേച്ചർ അഥവാ വക്രത ആരം 30 സെന്റിമീറ്റർ ആണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? അതിന്റെ പകുതി ആയിരിക്കും. പക്ഷെ ഇത് കോൺകേവ് മിറർ ആയതിനാൽ തന്നെ നെഗറ്റീവ് സൈൻ ഇടാൻ മറക്കരുത്. അഥവാ എന്തായിരിക്കും? R/2 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരൂടാ? -30/2 ഈക്വൽ ടു -15 സെന്റിമീറ്റർ. സോ ഫോക്കൽ ലെങ്ത് എത്രയായിരിക്കും? -15 സെന്റിമീറ്റർ ആയിരിക്കും ഫോക്കൽ ദൂരം എന്ന് പറയുന്നത്. മൈനസ് ഇടാൻ നിങ്ങൾ മറക്കരുത്, കാരണം ഇതൊരു കോൺകേവ് മിറർ ആയതിനാൽ തന്നെ ഫോക്കൽ ലെങ്ത് ഉറപ്പായും നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ -15 സെന്റിമീറ്റർ തന്നെ ആയിരിക്കും ഇതിന്റെ ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ദൂരം. അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അടുത്ത ചോദ്യമാണ് പ്രധാനപ്പെട്ടത്. പലരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. നിസ്സാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇമേജ് ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. വി ആണ്, പ്രതിബിംബത്തിന്റെ അകലമാണ് ചോദിച്ചിരിക്കുന്നത്. വി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാം. എന്റെ കൂടെ ഒന്ന് നിൽക്കാവോ? എല്ലാവരും എന്റെ കൂടെ നിൽക്കാവോടാ? എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഫോമുല എങ്ങനെയാണ് ഡിറൈവ് ചെയ്തെടുക്കുന്നത് എന്ന കാര്യം അണ്ണൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. കാരണം എന്ത് ഡിറൈവ് ചെയ്യാൻ വന്നാലും നിങ്ങൾക്ക് ഇതേ ഫോമാറ്റിൽ ചെയ്യാൻ സാധിക്കണം എന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഫോമുല നോക്കണം. 1/f ഈക്വൽ ടു 1/u പ്ലസ് 1/v ആണ് ഫോമുല. നമുക്കിവിടെ വി അല്ലേ വേണ്ടത്? ഇപ്പൊ വി മാത്രം അവിടെ നിർത്തിക്കും. സോ 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u ആണ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തടാ. 1/v ഈക്വൽ ടു u മൈനസ് എഫ് ഡിവൈഡഡ് ബൈ uf ആണ്. അപ്പൊ v ഈക്വൽ ടു എന്ത് വരടാ? uf ഡിവൈഡഡ് ബൈ u മൈനസ് എഫ്. ഇത് മനസ്സിലാക്കുക, കാരണം ഈ ഫോമുല മനപ്പാഠം പഠിക്കുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് മനസ്സിലാക്കി പഠിക്കണം. കാരണം ഈ ഫോമുലയിൽ നമ്മൾ മനപ്പാഠം പഠിച്ചാൽ എന്തെങ്കിലും യുവും വിയോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കൈവിട്ടു പോകും. നമ്മുടെ ഉത്തരം മാറിപ്പോവും, നമ്മുടെ ഫൈനൽ ആൻസർ മാറിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷ മാർക്ക് നിങ്ങൾക്ക് കിട്ടത്തില്ല. സോ ഈ പറയുന്ന മെയിൻ ഫോമുലയിൽ നിന്ന് ഇത് എത്തിക്കുന്ന വിധം നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കും എന്ന കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിസ്സാരമായി തന്നെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും. മനപ്പാഠം പഠിക്കേണ്ട ആവശ്യമില്ല, അത് മനസ്സിലാക്കി തന്നെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഉറപ്പായും ഡിറൈവ് ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗം, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാടാ. വി ഈക്വൽ യു എത്രയാണ്? -60 ആണ്. എഫ് എത്രയാണ്? -15 ആണ്. ഡിവൈഡഡ് ബൈ യു മൈനസ് എഫ് അല്ലേ? സോ -60 മൈനസ് ഓഫ് -15 എന്ന് വരും. സോ വി ഈക്വൽ ടു 6 × 10 എത്രയാടാ? 6 × 10 60. പിന്നൊരു
6 × 5 30 900 ലൈക്ക് 0 കൂടി ആഡ് ചെയ്തേ 900 ഡിവൈഡഡ് ബൈ -45 എന്ന് വരും. സോ ആൻസർ വിൽ ബി ഈക്വൽ ടു -20 സെന്റിമീറ്റർ. ഉത്തരം -20 സെന്റിമീറ്റർ ആയിരിക്കും കിട്ടുക. നമ്മുടെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾ സാവധാനം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇതേ മെത്തേഡിൽ തന്നെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനും അതുപോലെ തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടി എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഇതുപോലെ എല്ലാം പഠിച്ചു വയ്ക്കുക. ഫോക്കൽ ലെങ്ത് ആണെങ്കിലും ഇമേജ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണെങ്കിലും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന കാര്യം നിങ്ങൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഞാൻ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അടുത്ത് നമുക്ക് നമ്മുടെ റിഫ്രാക്ഷൻ വരുന്നുണ്ട്, അവിടെ ലെൻസിൽ നടക്കുന്ന ഇമേജ് ഫോർമേഷൻ വരുന്നുണ്ട്, ലെൻസസ് ഫോമുല വരുന്നുണ്ട്. സോ അവിടെയൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. സോ ഇത് ഡിറൈവ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ലിഞ്ചോസ്കി ഓഫ് ദ ക്ലിഞ്ചനായി മാറാം. റെഡി? സോ ഗൈസ് ഒട്ടും ലേറ്റ് ആക്കുന്നില്ല. അടുത്ത ചോദ്യം നമ്മുടെ സ്വന്തം ജനറേറ്റർ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. 2 വർഷങ്ങളിൽ ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. നമ്മൾ അതാണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അന്തസ്സായി തന്നെ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. നെയിം ദ പാർട്സ് എ ആൻഡ് ബി ആൻഡ് ഡ്രോ ദ ഔട്ട്പുട്ട് ഓഫ് ദ ഡിവൈസ്. എ എന്താണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗ്രാഫൈറ്റ് ബ്രഷുകളാണ്. ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം സ്ലിപ്പ് റിംഗ് ആണ്. ഇത് നമ്മുടെ AC ജനറേറ്റർ അല്ലടാ. 2 റിങ്ങുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും AC ജനറേറ്റർ ആണ്. സോ അതിനാൽ തന്നെ എ എന്ന് പറഞ്ഞാൽ ബ്രഷുകളാണ്, ബി എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിങ്ങുകളാണ്. സോ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ AC-യുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് ടൈം വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് EMF വരയ്ക്കാം. EMF ഓൾവേസ് വേരിയിങ് ആണ്, മാറിക്കൊണ്ടേയിരിക്കുന്നതാണ്. സെറ്റ്. അടിപൊളിയായിട്ട് മനസ്സിലായില്ലടാ. അടുത്തത് റിഫ്ലക്ഷൻ ഓറിയന്റഡ് ആയ അടുത്ത നിസ്സാരമായ ചോദ്യമാണ്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്, അഥവാ പതനകോൺ. മലയാളത്തിൽ പറയുവാണെങ്കിൽ പതനകോൺ കണ്ടുപിടിക്കണം. എപ്പോഴും ഇങ്ങനെ ഒരു ചിത്രം കണ്ടുവച്ചാൽ സാർ നിസ്സാരമായിരിക്കും, വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടാവും. പലരും ഈ ഒരു ആംഗിളൊക്കെ എടുക്കാറുണ്ട്, ഇങ്ങനെ പകുതിയാക്കി ലൈക്ക് അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊക്കെ പോകാറുണ്ട്. അതിലോട്ടൊക്കെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം വരയ്ക്കേണ്ടത് ഒരു നോർമലാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡ്രോ ദ നോർമൽ. ആ സർഫേസിന് ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ആരെ വരയ്ക്കണം? നോർമൽ വരയ്ക്കണം, ലംബം വരയ്ക്കണം. എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ് പതനകോൺ എന്ന് പറഞ്ഞാൽ? അതൊന്ന് മനസ്സിൽ ഉറപ്പിച്ചേടാ. ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ പതനരശ്മിക്കും നോർമലിനും ലംബത്തിനും ഇടയിലുള്ള ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുക. ശരിയല്ലേ? അതിനകത്ത് യാതൊരുവിധ സംശയമില്ലല്ലോ. ഇവിടെ പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ അതും നോർമലും തമ്മിലുള്ള ഈ ആംഗിൾ ആണ് നമുക്ക് വി ഹാവ് ടു ഫൈൻഡ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഈ ആംഗിൾ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് ടോട്ടലി 60 ഡിഗ്രി ആണെങ്കിൽ അതിന് നോർമൽ അതിന്റെ പകുതി. നോർമൽ വരച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പകുതി മാത്രമായിരിക്കില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഐ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം അഥവാ നമ്മുടെ നിയമം പ്രകാരം റിഫ്ലക്ഷന്റെ ലോ നമ്മൾ പഠിച്ചാണല്ലോ. അപ്പൊ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും? അത് 30 ഡിഗ്രി ആയിരിക്കും. രണ്ടും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഐ ഈക്വൽ ടു ആംഗിൾ ആർ ആയിരിക്കും. നമ്മൾ പഠിച്ചാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും. സോ ഇവിടെ ഐ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് 30 ഡിഗ്രി ആയിരിക്കും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നെക്സ്റ്റ് വൺ. മാർച്ച് 2022 ഒരു കിടിലൻ ചോദ്യമാണ്. കിടിലൻ എന്ന് പറഞ്ഞാൽ ശരിക്കും കിടിലൻ ചോദ്യമാണ്. മാർച്ച് 2022 മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ട ചോദ്യമാണ്. ദ സെക്കൻഡറി കോയിൽ ഓഫ് ദ ട്രാൻസ്ഫോമർ ഹാസ് ഡബിൾ ടേൺസ് ദാൻ ഇറ്റ്സ് പ്രൈമറി. പ്രൈമറി കോയിലിനേക്കാളും ഇരട്ടി ടേണുകൾ ഉണ്ട് സെക്കൻഡറി കോയിലിൽ. സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം പ്രൈമറിയിലുള്ളതിന്റെ ഇരട്ടിയാണ് എന്നതാണ് പറയുന്നത്. If the voltage applied to the primary is 25 volt, പ്രൈമറിയിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 25 വോൾട്ട് ആണ്. What will be the voltage in the secondary coil? സെക്കൻഡറി കോയിലിലുള്ള വോൾട്ടേജ് എത്രയാണ് എന്നതാണ് ചോദ്യം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്ന് സിമ്പിൾ ആയിട്ടൊന്ന് എടുത്തു എഴുതാൻ മക്കളെ ശ്രദ്ധിക്കണം. അതായത് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ എന്ന് പറഞ്ഞാൽ പ്രൈമറിയുടെ ഇരട്ടിയാണെന്ന് പറയുന്നു. സോ സെക്കൻഡറിയിലുള്ള ചുറ്റുകളുടെ എണ്ണം 2 times of primary. ശരിയല്ലേ? അത് നമുക്ക് ചോദ്യത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രൈമറി വോൾട്ടേജ് അവർ നൽകിയിട്ടുണ്ടോ? ഇഫ് ദ വോൾട്ടേജ് അപ്ലൈ ടു ദ പ്രൈമറി ഈസ് 25 വോൾട്ട്. പ്രൈമറിയിലോട്ട് കൊടുക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 25 വോൾട്ട് ആണ്. കണ്ടുപിടിക്കണം എന്താണ്? സെക്കൻഡറി വോൾട്ടേജ് ആണ്. വി ഹാവ് ടു ഫൈൻഡ് ദ സെക്കൻഡറി വോൾട്ടേജ്. സെക്കൻഡറി കോയിലുള്ള വോൾട്ടേജ് കണ്ടുപിടിക്കണം. എപ്പിട്ടാ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നിസ്സാരമാണ്. ഫോർമുല ഒന്ന് ആലോചിച്ചാടാ. എന്താ ഫോർമുല? NS divided by NP equal to VS divided by VP. സംശയമില്ലാലോ? ആർക്കും സംശയമില്ലാലോ? ഒരു തരി സംശയമില്ലാലോ? എങ്കിൽ VS ഈക്വൽ എന്ത് എഴുതാം? NS by NP into VP എന്ന് എഴുതാം. ഒരു തർക്കമില്ലാതെ ഞാൻ എടുത്ത് എഴുതുവാണ്. VS ഈക്വൽ ടു
NS ഡിവൈഡഡ് ബൈ NP ഇൻറ്റു VP. സോ VS ഈക്വൽ ടു NSന് പകരം നമുക്ക് എന്ത് റീപ്ലേസ് ചെയ്യാം? 2NP എന്ന് കൊടുക്കുവാണേ. സോ 2NP ഡിവൈഡഡ് ബൈ NP ഇൻറ്റു VPക്ക് പകരം എത്ര കൊടുക്കാം? 25 എന്ന് കൊടുക്കാം. വെട്ടിക്കളയട്ടെ. NPയും കളഞ്ഞു. ബാക്കി എന്താ ഉള്ളത്? 2 ഇൻറ്റു 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 50 വോൾട്ട്. സോ ഉത്തരം എത്രയാണ്? 50 വോൾട്ട് ആണ് നമ്മുടെ സെക്കൻഡറി വോൾട്ടേജ് എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയി കോൺഫിഡന്റ് ആയിട്ട് എന്റെ മക്കൾക്ക് മനസ്സിലായില്ലടാ. മനസ്സിലായി കാണുമെന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. കാരണം അത്രയും അടിപൊളിയായിട്ടാണ് കൺസെപ്റ്റ് നമ്മൾ ലേൺ ചെയ്തിരിക്കുന്നത്. ഓൾ സെറ്റ്. അടുത്ത ചോദ്യത്തിലൂടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട അടുത്ത ചോദ്യമാണ്. Which among the following is the graphical representation of DC generator? ഇതിൽ ഏതാണ് DC ജനറേറ്ററിന്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റഡി കറന്റ് എന്ന് പറഞ്ഞാൽ ഉറപ്പായും അത് ബാറ്ററിയാണ്. സിംപ്ലി അത് DC തന്നെയാണ്, പക്ഷെ അത് ബാറ്ററിയിലേതാണ്. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഓൾവേസ് പോസിറ്റീവ് ആണ്. അതെന്താണ്? അതും DC ആണ്, പക്ഷെ എന്തിനെയാണ്? DC ജനറേറ്ററിന്റെയാണ്. സോ ഓപ്ഷൻ ബി ഇസ് റൈറ്റ് ആൻസർ. മൂന്നാമത്തെ എന്ന് പറഞ്ഞ എന്താണ്? അത് AC ജനറേറ്ററിന്റെ ഔട്ട്പുട്ടാണ്. സോ എല്ലാം നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണം, എല്ലാം നിങ്ങൾ പഠിച്ചിരിക്കണം. ബാറ്ററി ആണെങ്കിൽ സ്റ്റഡി ആണ്, പക്ഷെ DC ജനറേറ്റർ ആണെങ്കിൽ മാറും, പക്ഷെ ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ AC ജനറേറ്റർ ആണെങ്കിൽ അത് വേരിയിങ് ആണ്, അത് പോസിറ്റീവും ആവാം, അതുപോലെ തന്നെ നെഗറ്റീവും ആവാം. ഈ കാര്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, പഠിച്ചിരിക്കുക. അടുത്തതിലോട്ട് കിടക്കുന്നു, ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ. മാർച്ച് 2022 ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ് എന്ന കാര്യം കണ്ടുപിടിക്കുക, എന്ന കാര്യം പഠിക്കുക എന്ന് തന്നെയാണ് ചോദ്യം. നമുക്ക് നോക്കാം, പരിശോധിക്കാം. തയ്യാറല്ലേ? വാടാ മക്കളെ, എങ്ങനെ അത് കണ്ടുപിടിക്കാം? അതിനു മുമ്പ് ഞാൻ ട്രാൻസ്ഫോമറിന്റെ ഡിവിഷൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാൻ നോക്കടാ. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും. സ്റ്റെപ്പ് അപ്പിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂട്ടുക, സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കുറയ്ക്കുക. സ്റ്റെപ്പ് അപ്പിൽ സെക്കൻഡറി വോൾട്ടേജ് പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി പ്രൈമറിയേക്കാളും കൂടുതലായിരിക്കും. പക്ഷേ തിക്നെസ് നേരെ ഓപ്പോസിറ്റ്. ഇനി അങ്ങോട്ടൊക്കെ മാറും. തിക്നെസ്സിന് മുമ്പ് ഞാൻ കറണ്ട് പറയാം. കറണ്ട് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. തിക്നെസ് പ്രൈമറിയിലായിരിക്കും സെക്കൻഡറിയേക്കാളും കൂടുതൽ. ഇത് കൃത്യമായി തന്നെ നിങ്ങൾ പഠിച്ചു വെക്കണം. നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റെപ്പ് ഡൗണിൽ വരിക. അഥവാ പ്രൈമറി വോൾട്ടേജ് സെക്കൻഡറി വോൾട്ടേജിനേക്കാളും കൂടുതൽ. അതുപോലെ തന്നെ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറിയിലുള്ള നമ്പർ ഓഫ് ടേൺസിനേക്കാളും കൂടുതൽ. കറണ്ട് സെക്കൻഡറിയിൽ പ്രൈമറിയേക്കാളും കൂടുതൽ. തിക്നെസ് സെക്കൻഡറിയിൽ പ്രൈമറിയേക്കാളും കൂടുതൽ. ഈ കാര്യം ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഡിവിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, എല്ലാവരും മനസ്സിരുത്തി പഠിക്കേണ്ടതുമാണ്. സെറ്റ്. ഓക്കെ അല്ല മക്കളെ, കോൺഫിഡന്റ് ആയില്ലേ? എങ്കിൽ നമുക്ക് നോക്കാം. NP is greater than NS. പ്രൈമറിയിലുള്ളത് സെക്കൻഡറിയിലുള്ളതിനേക്കാളും കൂടുതലാണ് നമ്പർ ഓഫ് ടേൺസ്. ഏത് ട്രാൻസ്ഫോമർ ആണ്? ഉറപ്പായും അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ഇതൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. അടുത്ത് നോക്കണം. VS is greater than VP. VS is greater than VP എന്ന് പറഞ്ഞാൽ നോക്കണം. VS is greater than VP എന്ന് പറഞ്ഞാൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സോ ദിസ് വൺ ഈസ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അടുത്ത തിക്നെസ് ഓഫ് ദ പ്രൈമറി ഈസ് ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. പ്രൈമറിയിൽ തിക്നെസ് കൂടുതലാണ് സെക്കൻഡറിയേക്കാളും. ഇതേത് ട്രാൻസ്ഫോമർ ആണ്? അതും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. ഇതും സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. അടുത്തത് കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പ്രൈമറി. കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പ്രൈമറി. കറണ്ട് ഇൻ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പ്രൈമറി. അതും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ നേരിട്ട് നമ്മൾ ചിലപ്പോൾ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോവാം. സോ അതിന് മുൻപായിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതി വെച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ എല്ലാവർക്കും കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാലോ മക്കളെ? കോൺഫിഡന്റ് ആയില്ലേ? ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. സെറ്റ് ആണെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അടുത്ത മാർച്ച് 2022 ചോദ്യമാണ്. The device used to convert AC into DC in a generator. നമുക്കറിയാം, നമ്മൾ ഏത് ജനറേറ്റർ എടുത്താലും, ഈവൻ AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ AC കറണ്ട് തന്നെയാണ്. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. AC ജനറേറ്റർ ആണെങ്കിലും DC ജനറേറ്റർ ആണെങ്കിലും അതിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് AC കറണ്ട് തന്നെയാണ്, നോ ഡൗട്ട്. അത് പുറത്തോട്ട് വരുമ്പോൾ അത് DC ആയിട്ടും AC ആയിട്ടും മാറുകയാണ് ചെയ്യുന്നത്. സോ ACയെ DC ആക്കി മാറ്റാൻ ഒരു ജനറേറ്ററിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനറേറ്ററിൽ സഹായിക്കുന്ന ഭാഗം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താ മക്കളെ? യെസ്, ഇറ്റ് ഈസ് കാൾഡ് ആസ് സ്പ്ലിറ്റ് റിംഗ്.
അതിന്റെ ആശാൻ ആരാണ്? അത് സ്പ്ലിറ്ററിംഗ് ആണ്. സ്പ്ലിറ്ററിംഗ് ആണ് ആക്ച്വലി എ സി എന്തായിട്ട് മാറ്റുന്നത്, ഒരു ഡി സി ജനറേറ്ററിൽ ഡി സി ആക്കി മാറ്റുന്നത്. മനസ്സിനകത്ത് ഉറപ്പിച്ചു വെക്കുക. ദ ഡിവൈസ് യൂസ് ടു കൺവേർട്ട് എ സി ഇൻ ടു ഡി സി ഇൻ എ ജനറേറ്റർ എന്ന് തന്നെ അവർ പറയണം. ജനറേറ്ററിൽ ഇത്തരം ഒരു മാറ്റത്തിന് കാരണം ആരാണ്? സ്പ്ലിറ്ററിംഗ് തന്നെയാണ്, നോ ഡൗട്ട്. ദെൻ മോഡൽ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. ചൂസ് ദ റോങ് ഡയഗ്രാം റിലേറ്റഡ് ടു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റിന്റെ റോങ് ഡയഗ്രാം ഇതിൽ ഏതാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, പഠിച്ചതായിരിക്കും. നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ പ്രകാരം, പ്രതിപതന നിയമം പ്രകാരം നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. ഒന്നാമത്തെ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും തുല്യമായിരിക്കും. പതന കോണും പ്രതിപതന കോണും തുല്യമായിരിക്കും, നോ ഡൗട്ട്. ഇവിടെ നോക്കണം, ഇത് വരുന്നത് നോർമലിലൂടെയാണ് ഇൻസിഡന്റ് റേ വരുന്നത്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. അത് പോകുന്നതും നോർമലിലൂടെയാണ്. സോ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. സോ നോ ഡൗട്ട് ഈ ഡയഗ്രാം ശരിയാണ്. ഇറ്റ്സ് എ റൈറ്റ് ആൻസർ. ഈ 90 ഡിഗ്രി കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യരുത്. കാരണം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ ആണ്. സോ നോർമലിലൂടെ തന്നെ ലൈറ്റ് വന്നു കഴിഞ്ഞു വെച്ചാൽ അവർക്കിടയുള്ള ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്, ഒരു സംശയമില്ല. സോ ഇറ്റ് ഈസ് 0 ഡിഗ്രി. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 0 ഡിഗ്രിയാണ്. സോ പടം ശരിയാണ്. അടുത്ത പടത്തോട്ട് കിടക്കാം. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണ്? ഇൻസിഡന്റ് റേക്കും നോർമലിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണ് എന്നതാണ് ചോദ്യം. അഥവാ പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണളവ് എത്രയാണ്? ഇതാണ് ആംഗിൾ. നമുക്കറിയാടാ മക്കളെ, ഈ ആംഗിൾ ടോട്ടലി 90 ഡിഗ്രി അല്ലേ? ഇത് 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 40 ആയിരിക്കും, നോ ഡൗട്ട്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 40 ആണ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും 40 ആണ്. സോ രണ്ടും സെയിം ആണ്. സോ ഈ ചിത്രവും എന്തായിരിക്കും? കറക്റ്റ് ആയിരിക്കും, നോ ഡൗട്ട്. മൂന്നാമത്തെ ചിത്രത്തിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവിടെ ഇൻസിഡന്റ് റേ, പതനരശ്മി വരുന്നത് നോർമലിലൂടെയാണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? ഐയുടെ വാല്യൂ 0 ഡിഗ്രി, ഒരു സംശയമില്ല. നോർമലിലൂടെ വരികയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കും? 0 ഡിഗ്രി ആയിരിക്കും. പക്ഷെ അത് പോകുന്നത് നോക്കടാ, 45 ഡിഗ്രിയിലാണ്. അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എത്രയാണ്? 45 ഡിഗ്രിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ശരിയല്ലേ? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 ഡിഗ്രിയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ 45 ഡിഗ്രിയും തെറ്റല്ലേ? രണ്ടും ഈക്വൽ ആവണ്ടേ? സോ ദിസ് വൺ ഈസ് എ റോങ് ആൻസർ. അടുത്ത വളരെ ലളിതമാണ്, നോക്കടാ. ഇത് 45 ആണെങ്കിൽ ഉറപ്പായും 90 - 45 ഇതും 45 ആയിരിക്കും. അടുത്ത് ഇത് 45 ആണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇതും 45 ആയിരിക്കും. രണ്ടും ഈക്വൽ ആണ്. സോ ഈ ഡയഗ്രാമും കറക്റ്റ് ആണ്. സോ ഇതേതാണ്? നമുക്ക് ഡി ആയിട്ട് കൊടുക്കാം അല്ലെ? സോ സി ആണ് തെറ്റെന്ന രീതിയിൽ നമുക്ക് എടുക്കാം. സോ ഏതാണ് റോങ് ഡയഗ്രാം എന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി. എന്തുകൊണ്ടാണ് തെറ്റ് എന്ന കാര്യത്തിലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി വന്നു എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഈ ചോദ്യം പരീക്ഷയ്ക്ക് വരും എന്ന കാര്യം ഞാൻ പറയുന്നില്ല, മറിച്ച് ഇതുപോലുള്ള ഏതു ചോദ്യം വന്നാലും എന്റെ മക്കൾക്ക് ഉശിരോടെ ഉത്തരം എഴുതാൻ സാധിക്കണം. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് തന്നെയാണ് ആവശ്യം. ആ ലെവലിലോട്ട് നിങ്ങൾ മാറണം. നിങ്ങൾ മാറും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. റൈറ്റ്. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്ത 2017 ഓണപ്പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ക്രിസ്മസ് എക്സാം അല്ല, ഫസ്റ്റ് ടേമിലെ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ശ്രദ്ധിക്കണം. The figure shows the conductor PQ is situated in a magnetic field connected to circuit. എന്താ പറയുന്നത്? ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു ചാലകം PQ എന്ന് പറയുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിലാണ് വെച്ചിരിക്കുന്നത്. നോർത്ത് പോള് കാണാൻ പറ്റുന്നുണ്ട്, സൗത്ത് പോള് കാണാൻ പറ്റും. സോ അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ PQ എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ വെച്ചിട്ടുണ്ട്, ഒരു ചാലകം വെച്ചിട്ടുണ്ട്. If the conductor moved in the direction of A, what is the direction of induced current? ചാലകം A എന്ന് പറയുന്ന ദിശയിൽ ചലിപ്പിച്ചാൽ പ്രേരിത വൈദ്യുതിയുടെ ദിശ എന്താണ്? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്താണ്? നിസ്സാരമാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമം ഏതാ മക്കളെ? കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന നിയമം ഏതാ മക്കളെ? ഒരു തരി സംശയം എന്റെ മക്കൾക്ക് വേണ്ട. അത് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്, വലതു കൈ നിയമമാണ്. തള്ളവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? ചലനദിശയെ. ഏത് ഡയറക്ഷനിലാണ് ചലിക്കുന്നത്? ചലനദിശയെ സൂചിപ്പിക്കുന്നു. ചൂണ്ടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കാന്തിക മണ്ഡലത്തിനെ, മാഗ്നറ്റിക് ഫീൽഡിനെ സൂചിപ്പിക്കുന്നു. നടുവിരൽ എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിനെ സൂചിപ്പിക്കുന്നു. ഫാദർ, മദർ, ചൈൽഡ്, അങ്ങനെ പഠിക്കാം. ഫാദർ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, ഫോഴ്സിന്റെ ബലം കൊടുക്കുന്ന അതേ ദിശയിൽ തന്നെയാണ് ചലിക്കുന്നത്. മോഷനും ഫോഴ്സും ഒരേ ഡയറക്ഷനിലാണ്. സോ ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്.
ഇനി ശ്രദ്ധിക്കണം, എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് വരിക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ഫ്രം നോർത്ത് ടു സൗത്ത്. നിങ്ങൾക്ക് ഇവിടെ ഓപ്പോസിറ്റ് ഒരു മിററിംഗ് എഫക്ട് നിങ്ങൾക്ക് ഫീൽ ആവാം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൈവച്ച് കാണിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും എന്ത് വരിക? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് വരിക. ഇവിടെ ചലിക്കുന്നത് മുകളിലോട്ടാണ് എങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഉറപ്പായും ക്യൂവിൽ നിന്ന് പിയിലോട്ടായിരിക്കും. നേരെ കൈവച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കറണ്ട് ഈസ് ഫ്രം ക്യൂ ടു പി. അതിന് സഹായിച്ച നിയമം ഏതാണെന്ന് പ്രസ്താവിക്കുക. ഏതാണ് നമ്മുടെ നിയമം എന്ന് പറഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. അത് പ്രസ്താവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, നോ ഡൗട്ട്. ഓക്കെ, അടുത്തതിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2022 ചോദ്യമാണ്. വിച്ച് ടൈപ്പ് ഓഫ് റിഫ്ലക്ഷൻ ഈസ് റെപ്രസെന്റഡ് ഇൻ ഫിഗർ 1? ഒന്നാമത്തെ ചിത്രത്തിൽ ഏത് തരം റിഫ്ലക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്? ചിത്രം 1 ഏതാണ് മക്കളെ? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. നോക്കണം, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? ഒരേ പാറ്റേണിലാണ് അവ ഇൻസിഡന്റ് ചെയ്യുന്നതും അവ റിഫ്ലക്ട് ചെയ്തു പോകുന്നതും. സോ അതിനാൽ തന്നെ ഇത് എന്ത് റിഫ്ലക്ഷൻ ആണ്? യെസ്, ഇറ്റ് ഈസ് കാൾഡ് റെഗുലർ റിഫ്ലക്ഷൻ. ഇതെന്താണ്? ഇത് ഇറഗുലർ റിഫ്ലക്ഷൻ ആയിരിക്കും. ഇത് സമപ്രതിപതനമായിരിക്കും. സമപ്രതിപതനമാണ്. അത് സമമല്ലാത്ത പ്രതിപതനമാണ്. കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറിച്ചു പോകുന്നത്. അതിന്റെ കാരണം കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഈ സർഫേസ് എന്ന് പറഞ്ഞാൽ നോക്കണം, പ്ലെയിൻ സർഫേസ് ആണ്. ഇവിടെ ഇറഗുലർ, കുണ്ടും കൂടിയുള്ള ഇറഗുലർ സർഫേസ് ആണ്. അതുകൊണ്ടാണ് ഇറഗുലർ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത്. ഇവിടെ സമതലമാണ്. ഇവിടെ സമതലമാണോ? അല്ല, നോക്കടാ, കുണ്ടും കൂടിയുള്ള സർഫേസ് ആണ്. അതുകൊണ്ടാണ് ഇറഗുലർ റിഫ്ലക്ഷൻ, രണ്ടാമത്തെ സമമല്ലാത്ത പ്രതിപതനം അവിടെ സംഭവിക്കുന്നത്. സെറ്റ്, ക്രിസ്റ്റൽ ക്ലിയർ, ഒരു സംശയമില്ലല്ലോ. അടുത്തിലൂടെ കിടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ടൈപ്പ് ഓഫ് ജനറേറ്റർ ഈസ് ദിസ്? ഇത് ഏത് തരം ജനറേറ്റർ ആണ്? മാർച്ച് 2020 ചോദിച്ച ചോദ്യമാണ്. ഇത് ഏത് തരം ജനറേറ്റർ ആണ്? ഒരു സംശയം എന്റെ മക്കൾക്ക് വേണ്ട. ഇത് ഉറപ്പായും നമുക്ക് ഒരു റിങ്ങിനെ 2 കഷ്ണമാക്കി മുറിച്ച പോലെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ? സോ ദർ ഈസ് നോ നീഡ് ഓഫ് എനി ഡൗട്ട്, ഇറ്റ് ഈസ് DC ജനറേറ്റർ. ഇത് നമ്മുടെ സ്വന്തം എന്ത് റിംഗ് ആണ്? നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് ആണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ സ്വന്തം ആർമേച്ചർ ആണ്. നോ ഡൗട്ട്, ഒരു സംശയം ആർക്കും വേണ്ട. അത് സ്പ്ലിറ്റ് റിംഗും ഇത് ആർമേച്ചറുമാണ്. ക്ലിയർ? അടുത്ത, what are the changes to made as to convert this device into AC generator? ഈ ജനറേറ്ററിനെ, DC ജനറേറ്ററിനെ AC ജനറേറ്റർ ആക്കി മാറ്റാൻ നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? എങ്ങനെ നമുക്ക് DC AC ആക്കി മാറ്റാം എന്നതാണ് ചോദ്യം. നിസാരമാണ് മക്കൾ. എന്താണ്? സ്പ്ലിറ്റ് റിംഗിന് പകരം നമ്മൾ ആരെ വെക്കണം? നമ്മളൊരു സ്ലിപ്പ് റിംഗ് വെച്ചാൽ മതി. ശരിയല്ലേ? സ്പ്ലിറ്റ് റിംഗിന് പകരം സ്ലിപ്പ് റിംഗ് വെച്ച് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് DC ജനറേറ്ററിനെ എന്താക്കി മാറ്റാൻ സാധിക്കും? AC ജനറേറ്റർ ആക്കി മാറ്റാൻ സാധിക്കും. എല്ലാവരും പഠിക്കുക കേട്ടോ. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ജനറേറ്റർ? ഒരു ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം എന്താണ്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. വൈദ്യുത കാന്തിക പ്രേരണമാണ്. അത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ചു വെക്കുക. എല്ലാവരും ഉറപ്പിച്ചു വെക്കാനാണ്. റൈറ്റ്, അടുത്ത മാർച്ച് 2020 ചോദിച്ച അടുത്തൊരു ചോദ്യമാണ് നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 rays of light OA and OB are coming from the object O is falling obliquely on the surface of a plane mirror as shown. ഒന്നുമില്ല, ഈ ചിത്രം നൽകിയിട്ടുണ്ട്. നമ്മുടെ പ്ലെയിൻ മിററിൽ സംഭവിക്കുന്ന ഇമേജ് ഫോർമേഷന്റെ ഒരു പകുതി രൂപരേഖയാണ് ഇവിടെ നൽകിയിട്ട്. മുഴുവനും നമുക്ക് നൽകിയിട്ടില്ല. ഒരു ഹാഫ് ഓഫ് ദ ഇമേജ് ഫോർമേഷൻ മാത്രമേ നൽകിയിട്ടുള്ളൂ. നമ്മളോട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് പറയാറുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം. ഇത് റിഫ്ലക്ട് ചെയ്ത് പോകുന്ന ഇങ്ങനെയായിരിക്കും. പക്ഷെ ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു കോമൺ പോയിന്റ് എന്ന് വരുന്നതായി തോന്നും. സോ അവിടെ നമ്മുടെ ഇമേജ് ഫോർമേഷൻ നടക്കും. നോ ഡൗട്ട്. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഇതുപോലെയായിരിക്കും അതിന്റെ കംപ്ലീറ്റ് ഇമേജ് ഫോർമേഷൻ. ടെക്സ്റ്റ് ബുക്കിലുള്ള പടമാണ്, നിങ്ങൾ എല്ലാവരും പഠിക്കേണ്ടതാണ്. റൈറ്റ്, ഇവിടെയുള്ള ഇമേജിന്റെ പ്രത്യേകതകൾ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഒരു പ്ലെയിൻ മിററിൽ സമതല ദർപ്പണത്തിൽ ഉണ്ടാവുന്ന പ്രതിബിംബം എങ്ങനെയായിരിക്കും? അത് വെർച്വൽ ആയിരിക്കും. മിഥ്യാപ്രതിബിംബം അഥവാ വെർച്വൽ ഇമേജ് ആയിരിക്കും. അത് ഇറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ സെയിം സൈസ് ആയിരിക്കും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഒരു വലിയൊരു കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നോക്കുക, കാണുമ്പോൾ തന്നെ നമ്മുടെ അതേ വലിപ്പമുള്ള ഇമേജ് ആണ് കാണാൻ സാധിക്കുന്നത്. ശരിയല്ലേ? അതുപോലെ തന്നെ വെർച്വൽ ആണ്. നിവർന്നു നിൽക്കുന്ന, തലകീഴായിട്ടുള്ളതാണോ? അല്ല, നിവർന്നു നിൽക്കുന്ന വെർച്വലും ഇറക്റ്റും സെയിം സൈസ് ഓഫ് ഒബ്ജക്റ്റും ആയിരിക്കും ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാവുന്ന ഇമേജ് എന്ന് പറയുന്നത്. അത് മനസ്സിൽ ഉറപ്പിക്കുക. അതിന്റെ ഇമേജ് ഫോർമേഷനും നിങ്ങൾ എല്ലാവരും പഠിക്കുക. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. റൈറ്റ്, അടുത്തതിലൂടെ നടക്കുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ ട്രാൻസ്മിഷൻ ഓറിയന്റഡ് ആയ, പവർ സപ്ലൈ ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അഥവാ എങ്ങനെയാണ് നമ്മുടെ പവർ സ്റ്റേഷൻ ഉണ്ടാവുന്ന വൈദ്യുതി വീടുകളിലോട്ട് എത്തുന്നത്, ഏതൊക്കെ ലൈനുകളാണ് അവിടെയുള്ള ലൈൻ കമ്പികളെ പറ്റിയും അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിൽ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ട്രാൻസ്മിഷൻ ലോസ്?
എന്താണ് പ്രസരണ നഷ്ടം എന്ന് പറഞ്ഞാൽ? അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറഞ്ഞാൽ അത് ഹീറ്റ് ലോസ് തന്നെയാണ്. താപരൂപേണയുള്ള ഊർജ നഷ്ടത്തിനെയാണ് ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. അഥവാ ഏതെങ്കിലും ഒരു പവർ സ്റ്റേഷൻ എടുത്തോ, ഇടുക്കി മൂലമറ്റം, അവിടെ നിന്നാണ് നമ്മുടെ കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വിചാരിക്കുക. അത് നമ്മുടെ വീടുകളിലോട്ട് എത്തണം, കോഴിക്കോട് എത്തണം, ലൈൻ കമ്പികളിലൂടെയാണ് വരുന്നത്. ഉറപ്പായും കുറേ നേരം ഒരു വയറിലൂടെ കറണ്ട് പോകുമ്പോൾ ഉറപ്പായും ചൂടുണ്ടാവും, താപരൂപേണ ഊർജ്ജ നഷ്ടം സംഭവിക്കും. എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് ഹീറ്റ് അവിടെ സംഭവിക്കും. ശരിയല്ലേ? ഹീറ്റിന്റെ രൂപത്തിൽ അവിടെ എനർജി നഷ്ടം സംഭവിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? പ്രസരണ നഷ്ടം അഥവാ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുക. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിൽ വേണം. ഓക്കെ, റൈറ്റ്. എങ്ങനെയാണ് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ സാധിക്കുക? ഹൗ ടു റെഡ്യൂസ് ദ ട്രാൻസ്മിഷൻ ലോസ്? അത് കുറയ്ക്കാൻ ഒരേ ഒരു എളുപ്പമാർഗം മാത്രമേ ഉള്ളൂ, വോൾട്ടേജ് കൂട്ടുക. വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ട്രാൻസ്മിഷൻ ലോസ് കുറയ്ക്കാൻ സാധിക്കും. അതിനാലാണ് പവർ സ്റ്റേഷനുകളിൽ ഏത് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടിയിട്ടാണ് ഈ ലൈൻ കമ്പികളിലൂടെ നമ്മുടെ വീടുകളിലോട്ട് കറണ്ട് പറഞ്ഞയക്കുന്നത്. അപ്പോൾ അവിടെ ട്രാൻസ്മിഷൻ ലോസ് കുറയും, അഥവാ പ്രസരണ നഷ്ടം കുറയും. അത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ലൈൻ ഫ്യൂസ് ഈസ് കണക്റ്റഡ്? ഫ്യൂസ് എപ്പോഴും ഏത് ലൈനിലാണ് കണക്ട് ചെയ്യുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഫ്യൂസ് എപ്പോഴും ഫേസ് ലൈനിലാണ് കണക്ട് ചെയ്യുക. ഫേസ് ലൈനിലാണ് ഫ്യൂസ് കണക്ട് ചെയ്യുക. ഫേസ് ലൈനിന്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് ആയിരിക്കും കേട്ടോ. ഫേസ് ലൈനിലായിരിക്കും എപ്പോഴും ഫ്യൂസ് കണക്ട് ചെയ്യുക. അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ആയിരിക്കും. അത് നിങ്ങളുടെ മനസ്സിനകത്ത് വേണം. വെള്ളമില്ല. ഓക്കെ, റെഡി. അടുത്തതിലോട്ട് കിടക്കാം. ഓക്കെ, മോഡൽ 2020 ചോദിച്ചൊരു ഗംഭീരമായ ചോദ്യമാണ്. ആ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ എഫ് ആൻഡ് സി. എഫിനും സിക്കും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സെന്റർ ഓഫ് കർവേച്ചറിനും ഫോക്കസിനും ഇടയിലാണ് നമ്മുടെ വസ്തു വെച്ചിരിക്കുന്നത്. എന്താ ചോദ്യം? ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ദി ഇമേജ് ബൈ ഡ്രോയിങ് ദ അനദർ റേ. ചിത്രം കംപ്ലീറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഈ ചിത്രം കംപ്ലീറ്റ് ചെയ്യുക. സിക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് എവിടെയായിരിക്കും ഫോം ചെയ്യുക? ഒരു സംശയവും എന്റെ മക്കൾക്ക് വേണ്ട. സിക്ക് പുറകിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. പഠിച്ചതല്ലേ, ഇമേജ് ഫോർമേഷൻ പഠിച്ചതല്ലേ? സിക്ക് പുറകിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇമേജിന്റെ ഫീച്ചേഴ്സ് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. അതൊരു വലിയ ലാർജ് സൈസുള്ള ഇമേജ് ആയിരിക്കും. അതുപോലെ തന്നെ റിയൽ ആയിരിക്കും, ഇൻവേർട്ടഡ് ആയിരിക്കും, ബിയോണ്ട് സി ആയിരിക്കും ഇമേജ് ഫോർമേഷൻ നടക്കുക. ഈ മിററിന്റെ 2 അപ്ലിക്കേഷനാണ് ചോദിച്ചത്. ഏതാണ് മിറർ? മിറർ നമുക്ക് എല്ലാവർക്കും അറിയാം, കോൺകേവ് മിറർ ആണ് അവർ നൽകിയിരിക്കുന്നത്. കോൺകേവ് മിററിന്റെ അപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതാണ്. എന്തൊക്കെയായിട്ട് കോൺകേവ് മിറർ യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഡെന്റിസ്റ്റ് ഉപയോഗിക്കുന്ന കോൺകേവ് മിറർ ആണ്. ഷേവിംഗ് മിറർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ്. ഇതൊക്കെ എന്റെ മക്കൾക്ക് അറിയാം. അതിന്റെ ഇമേജ് ഫോർമേഷൻ ഞാൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇമേജിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ഞാൻ പറഞ്ഞു തന്ന അതേപോലുള്ള ഫീച്ചേഴ്സ് ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അടുത്ത, വാട്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമർ ഈസ് യൂസ്ഡ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ? ഏത് തരം ട്രാൻസ്ഫോമർ ആണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിനടുത്തുള്ള ട്രാൻസ്ഫോമർ നിങ്ങൾ കണ്ടിട്ടില്ല, വലിയൊരു ട്രാൻസ്ഫോമർ. അത് ഏത് തരം ട്രാൻസ്ഫോമർ ആണ്? അവിടെ ചെയ്യുന്നത് ഈ ഹൈ വോൾട്ടേജിനെ കുറച്ചിട്ട് 230 വോൾട്ട് ആയിട്ട് നമ്മുടെ വീടുകളിലോട്ടൊക്കെ സപ്ലൈ ചെയ്യും. അതാണ് അവിടെ നടക്കുന്നത്. സോ അവിടെ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ ഏതാ മക്കളെ? അവിടെ ഉപയോഗിക്കുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ്. അവിടെ ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. മനസ്സിനകത്ത് വേണം, ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് മക്കളെ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെക്കണം. ഹിയർ കംസ് യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഹൗസ് ഹോൾഡ് ഡിവൈസുകളെല്ലാം എങ്ങനെയാണ് കണക്ട് ചെയ്യുക? വീട്ടുപകരണങ്ങളെല്ലാം എങ്ങനെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? സമാന്തരമായിരിക്കുമോ അതോ ശ്രേണി രൂപത്തിലായിരിക്കുമോ കണക്ട് ചെയ്യുക? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ മോഡ്. സമാന്തരമായിട്ടായിരിക്കും ഘടിപ്പിച്ചിട്ടുണ്ടാവുക. ബട്ട് എല്ലാ ഫാൻ ആണെങ്കിലും മിക്സി ആണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക പാരലൽ കണക്ഷൻ ആയിരിക്കും. ബൾബൊക്കെ ആണെങ്കിൽ എല്ലാം. ഓക്കെ, അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു സ്വിച്ച് ഓഫ് ആക്കി എല്ലാ ഉപകരണവും ഓഫായി പോകും. അങ്ങനെ പറ്റൂലാലോ. ടിവിക്ക് ഒരു സ്വിച്ച്, ഫാനിന് ഒരു സ്വിച്ച്, മിക്സിക്ക് ഒരു സ്വിച്ച്, ബൾബിന് ഒരു സ്വിച്ച് എന്ന രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്യണ്ടേ? സോ ഓരോ ഉപകരണത്തിനും വ്യത്യസ്തമായ സ്വിച്ചുകൾ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അവ സീരീസ് അല്ല, പാരലായി കണക്ട് ചെയ്യണം, സമാന്തരമായിട്ട് ഘടിപ്പിക്കണം. മനസ്സിൽ ഉറപ്പിക്കുക. അതുപോലെ തന്നെ ആ ഉപകരണത്തിന് ആവശ്യമുള്ള വോൾട്ടേജ് ലഭിക്കണ്ടേ? തീർച്ചയായും ലഭിക്കണം. അതിനും വേണ്ടി ഈ പാരലൽ കണക്ഷൻ ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. സോ പാരലൽ കണക്ഷൻ ആണെങ്കിൽ സമാന്തരമായി ഘടിപ്പിച്ചാൽ ആ ഉപകരണത്തിന് എത്രയാണോ വോൾട്ടേജ് വേണ്ടത് അത് അതിന് ലഭിക്കും. സെറ്റ്. സോ അതാണ് അടുത്ത ചോദ്യം എന്ന് പ്രതീക്ഷിക്കുക. യെസ്, അടുത്ത ചോദ്യം അത് തന്നെയാണ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് കണക്ടിംഗ് ദ ഡിവൈസസ് പാരലൽ? സമാന്തരമായി ഘടിപ്പിക്കുന്നത് കൊണ്ടുള്ള മേന്മകൾ എന്തൊക്കെയാണ്? അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണ്? റൈറ്റ്. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. അടുത്ത ചോദ്യം, ഒരു ഗ്രൈൻഡറിന്റെ പവർ നമുക്ക് നൽകിയിട്ടുണ്ട്. അത് 2 മണിക്കൂറാണ് പ്രവർത്തിക്കുക എങ്കിൽ എനർജി കൺസ്യൂംഡ് കണ്ടുപിടിക്കുക. നിസ്സാരമായൊരു ഫോർമുലയുണ്ട്.
എനർജി ഈക്വൽ ടു എന്താ മക്കളെ ഫോർമുല? പവർ ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ 1000. ഇവിടെ സമയം ഉറപ്പായും മണിക്കൂറിലായിരിക്കണം. പവർ 750 മണിക്കൂർ 2 മണിക്കൂറാണ് ഡിവൈഡഡ് ബൈ 1000. 750 ഇൻറ്റു 2 എന്ന് വെച്ചാൽ 1500 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ്? 1.5. യൂണിറ്റ് എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ഇത് എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടില്ല, യൂണിറ്റ് എഴുതിയാൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താ യൂണിറ്റ്? നമ്മുടെ ഊർജത്തിന്റെ വ്യാവസായിക യൂണിറ്റ്, എനർജിയുടെ കൊമേഴ്ഷ്യൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അത് കിലോ വാട്ട് അവർ ആണ്. ഉറപ്പായും കിലോ വാട്ട് അവറിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? നിങ്ങൾ നമ്മുടെ എനർജി എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സോ ഗൈസ്, അടുത്ത ചോദ്യം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് സെൽഫ് ഇൻഡക്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ഇതിലെ ബൾബിന്റെ പ്രകാശത്തിന്റെ തീവ്രതയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്റൻസിറ്റി ഓഫ് ദ ബൾബിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നതാണ് ചോദ്യം. നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ ബൾബ് കണക്ട് ചെയ്തിരിക്കുന്നത് DC ആണ്. DC ആണെങ്കിൽ അവിടെ സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുന്നില്ല. കാരണം കറണ്ട് മാറുമ്പോഴാണ് സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുക. അപ്പോഴാണ് മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം വരിക. അപ്പോഴാണ് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുക, ബാക്ക് EMF ഇൻഡ്യൂസ് ചെയ്യുക. സോ DC ആണെങ്കിൽ ഉറപ്പായും സെൽഫ് ഇൻഡക്ഷൻ സംഭവിക്കുന്നില്ല. സോ ബൾബിന്റെ തീവ്രതയിൽ മാറ്റമില്ല. പക്ഷേ രണ്ടാമത്തെ സർക്യൂട്ടിൽ ആരാണ്? AC ആണ്. AC സപ്ലൈ എന്ന് പറഞ്ഞാൽ കറണ്ട് മാറും. കറണ്ട് മാറിയാൽ ആ ഇൻഡക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും, കാന്തിക ഫ്ലക്സിൽ മാറ്റം സംഭവിക്കും. അപ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അവിടെ ഉണ്ടാവുന്ന EMFനെ വിളിക്കുന്ന പേരെന്താണ്? ബാക്ക് EMF എന്നാണ്. ബാക്ക് EMF നമ്മൾ കൊടുക്കുന്ന കറണ്ടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. സോ അങ്ങനെ ബാക്ക് EMF ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ കറണ്ട് കുറയും. സോ അതിനാൽ തന്നെ നമ്മുടെ എന്താണ്? ബൾബിന്റെ ഇന്റൻസിറ്റി അല്ലെങ്കിൽ ബ്രൈറ്റ്നസ് എന്താണ്? കുറയും. ബൾബിന്റെ തീവ്രത, പ്രകാശ തീവ്രത കുറയും. അതിന് കാരണം സെൽഫ് ഇൻഡക്ഷൻ ആണ്. ബാക്ക് EMF ഉണ്ടാവുന്നത് കൊണ്ടാണ് ബൾബിന്റെ തീവ്രത കുറയുന്നത്. അത് മനസ്സിലാക്കുക. AC സപ്ലൈ ആണെങ്കിൽ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ. അതുകൂടി മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ഗൈസ്, അടുത്ത ചോദ്യം പുതിയ ചോദ്യമായിരിക്കും, ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല പലർക്കും. 2019 മാർച്ച് ക്രിസ്മസ് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. ഇതിൽ നിന്ന് MCBയും അതുപോലെ തന്നെ വാട്ട് അവർ മീറ്ററും കണ്ടുപിടിക്കുക. ഇതിൽ ഏതാണ് MCB, ഏതാണ് വാട്ട് അവർ മീറ്റർ? നിസ്സാരമാണ്. ഇതിലെ MCB എന്ന് പറഞ്ഞാൽ C ആണ്. MCB എന്ന് പറഞ്ഞാൽ C ആണ്. വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ B ആണ്. വാട്ട് അവർ മീറ്റർ, റൈറ്റ്. വീട്ടിൽ നമ്മുടെ എന്താ പറയാ KCB എന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇത് നോക്കിയിട്ട് നമുക്ക് കറണ്ട് ബില്ല് തരുന്നത്, റൈറ്റ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ മൾട്ടിമീറ്റർ ആണ്. നോ ഡൗട്ട്. മൾട്ടിമീറ്റർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക? മൾട്ടിപ്പിൾ പർപ്പസ്, ഒന്നിലധികം ഉപയോഗങ്ങളാണ് മൾട്ടിമീറ്ററിനുള്ളത്. കറണ്ട് കണ്ടുപിടിക്കാം, വോൾട്ടേജ് കണ്ടുപിടിക്കാം, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ഉപയോഗിക്കുക? മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. അടുത്ത റെഗുലേറ്റർ ആണ്. ഫാനിന്റെ റെഗുലേറ്റർ കണ്ടിട്ടില്ലേ? യെസ്, ദിസ് വൺ ഈസ് റെഗുലേറ്റർ. എല്ലാം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനാണ്. ELCBയുടെ ഫംഗ്ഷൻ എന്താണ്? ELCB കണ്ടിട്ടുണ്ടാവും. അതായത് വലിയ ഇടിമിന്നലൊക്കെ വരുന്ന സമയത്ത് ടക്ക് എന്നൊക്കെ പറഞ്ഞ് ഓഫ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ നിങ്ങൾ അത് MCBയും ELCBയും ആണ് ആക്ച്വലി നമ്മുടെ ഇത്തരം പർപ്പസുകളിൽ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുക. ഇടിമിന്നൽ സമയത്തും ലീക്കേജ് സമയത്തും ഒക്കെ സംരക്ഷിക്കുന്നത് ELCBയും MCBയും ആണ്. സോ ഇവിടെ MCBയെ പറ്റിയല്ല ചോദിച്ചത്, മറിച്ച് ELCBയെ പറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് പറയുക. ഇൻസുലേഷൻ തകരാറ് മൂലം വൈദ്യുതി ലീക്കേജ് ഉണ്ടാവുന്ന സമയത്ത് വീട്ടിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുന്ന ആശാനാണ് ആരെന്ന് പറയുന്നത്? ELCB എന്ന് പറയുന്നത്. അഥവാ എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ, ആ ഇൻസുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം, വല്ല എലി കരണ്ടി എന്ന് വിചാരിക്കുക, എലി കരണ്ടു എന്ന് വിചാരിക്കുക. സോ അവിടെ ഇൻസുലേഷൻ, പ്ലാസ്റ്റിക് ഇൻസുലേഷൻ പോയി. സോ കറണ്ട് അവിടെ ലീക്ക് ആവുകയാണ്. സോ അതുമൂലം എക്സസ് കറണ്ട് ചിലപ്പോൾ ഒഴുകാം. സോ അതുമൂലം വീട്ടിലുള്ള TV, ഫ്രിഡ്ജൊക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളിൽ മൊത്തം സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ELCB ആണ്. അഥവാ ഇൻസുലേഷൻ തകരാറ് മൂലം സർക്യൂട്ടിൽ കറണ്ട് ലീക്കേജ് ഉണ്ടായി കഴിഞ്ഞു വെച്ചാൽ നമ്മുടെ വീട്ടുപകരണങ്ങളെ സംരക്ഷിക്കുന്നത് ELCB ആണ്. മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക കേട്ടോ. അടുത്ത, വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ഇൻ എ ഹൗസ് ഹോൾഡ് സർക്യൂട്ട്? നമ്മുടെ ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലുള്ള എല്ലാ ഉപകരണങ്ങളും, ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലുള്ള ചോദ്യം നോക്കണം. ഹൗസ് ഹോൾഡ് സർക്യൂട്ടിലുള്ള ടോട്ടൽ എനർജി കൺസപ്ഷൻ നമ്മൾ കണക്കാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഒന്നുമില്ല, നമ്മുടെ കറണ്ട് ബില്ല് നോക്കാൻ വേണ്ടിയിട്ട് KCB അണ്ണൻ വന്നിട്ട് ഏത് ഡിവൈസ് നോക്കിയിട്ടാണ് ഒരു മാസത്തിൽ എത്രത്തോളം എനർജി നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഏത് ഉപകരണത്തിൽ നോക്കിയിട്ടാണ്? ഫാനിലോ, മിക്സിയിലോ, ഗ്രൈൻഡറിലോ നോക്കിയിട്ടാണോ? അല്ല, അത് ഏതിൽ നോക്കിയിട്ടാണ്? യെസ്, വാട്ട് അവർ മീറ്ററിൽ നോക്കിയിട്ടാണ്. ആ പറയുന്ന കാൽക്കുലേഷൻ ചെയ്യുന്നത്, ശരിയല്ലേ? സോ ഒരു വീട്ടിൽ ഒരു മാസം എത്രത്തോളം ഊർജം ഉപയോഗിക്കപ്പെടുന്നു എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്ന് കണക്കാക്കുന്നത് വാട്ട് അവർ മീറ്ററിന്റെ റീഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. സോ ഒരു വീട്ടിലുള്ള ഊർജ ഉപയോഗം കാൽക്കുലേറ്റ് ചെയ്യുന്നത് വാട്ട് അവർ മീറ്ററിലൂടെയാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ പഠിക്കുക, പ്രധാനപ്പെട്ടതാണ്.
റൈറ്റ്. സോ ഇതോടുകൂടി തന്നെ നമ്മുടെ എല്ലാ ചോദ്യങ്ങളും കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ദർ ഈസ് അനദർ ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ വോൾട്ടേജ് അറ്റ് വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ് ഇൻ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജിന്റെ അളവ് എത്രയാണ്, അല്ലെങ്കിൽ എത്ര വോൾട്ടേജ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, അത് 11 കിലോ വോൾട്ട് ആണ്. അത് 11 കിലോ വോൾട്ട് ആണ് പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. റൈറ്റ്. ഓക്കെ. ഇപ്പൊ ആക്ച്വലി 29 ചോദ്യങ്ങൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഒരു ചോദ്യം നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഞാൻ മാറ്റിവെച്ചൊരു ചോദ്യമാണ്. 1 ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് നൽകാമെന്ന് പറഞ്ഞു മാറ്റിവെച്ചതാണ്. അതേത് ചോദ്യമാണ് എന്നല്ലേ നിങ്ങൾ കാത്തിരിക്കുന്നത്? യെസ്, ആ ഒരു ചോദ്യം. 30 ചോദ്യങ്ങളല്ലേ പറയാം. അണ്ണന്റെ പിള്ളേർ 30 ചോദ്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതാണ്. യെസ്, തായ്ലാന്റിലൊക്കെ പോയി വന്ന് ഇന്നലെയാണ് വന്നിട്ട് അതിന്റെ ക്ഷീണമൊന്നുമില്ല. ഇന്ന് ഞാൻ കട്ടയ്ക്ക് തന്നെ പഠിപ്പിച്ചു തന്നില്ല. സോ ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരവും നിങ്ങൾ എന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ ചാറ്റ് ബോക്സ്, കമന്റ് ബോക്സിനകത്ത് ഉത്തരം ഇടണം. ക്വസ്റ്റ്യൻ വളരെ നിസ്സാരം, ഏറ്റവും ലളിതമായ ചോദ്യമാണ്. ഞാനൊരു വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യിപ്പിക്കേണ്ടത്. ആ വെർച്വലും ഇറക്റ്റുമായ ഇമേജ് ആണ് കേട്ടോ. വെർച്വലും ഇറക്റ്റും അഥവാ മിഥ്യാപ്രതിബിംബമാണ് എനിക്ക് ഉണ്ടാക്കേണ്ടത്. എന്റെ കൈവശമുള്ളത് ഒരു കോൺകേവ് ദർപ്പണമാണ്. ഓക്കെ, ഇത് ഫോക്കസ് ആണ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ ആണ്, ഇത് പോളാണ്. ഈ കോൺകേവ് മിററിന്റെ എവിടെ ഒബ്ജക്റ്റ് വെച്ചാലാണ് എനിക്ക് വെർച്വലും ഇറക്റ്റുമായി ഇമേജ് കിട്ടുക? എനിക്ക് മിഥ്യയും അതുപോലെ തന്നെ നിവർന്നതുമായ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ ഞാൻ വസ്തുവിനെ എവിടെ വെക്കണം എന്ന കാര്യം എല്ലാവരും ഉത്തരം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന കാര്യം കമന്റ് ചെയ്യുക. അതായത് ഇവിടെ എല്ലാ കാര്യങ്ങളും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നെയാണ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവുക. പലതും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, പുതിയ ചോദ്യങ്ങൾ പലതും ഉണ്ടാവും. എങ്കിലും ഈ പറയുന്ന വീഡിയോ സെഗ്മെന്റ് നിങ്ങൾക്ക് വർത്താണെങ്കിൽ ഉറപ്പായും ഒരു ഡീറ്റെയിൽ ആയ കമന്റ് നിങ്ങൾ എല്ലാവരും ഇടണം. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഉത്തരവും ഇടണം. നൈസ് ക്ലാസ്, താങ്ക് യു സാർ എന്ന് പറഞ്ഞ ഉത്തരം ഇടരുത്. മറിച്ച് എത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റീവായി എന്ന ക്ലിഞ്ചൻ കമന്റുകൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എങ്കിലേ ഇതുപോലുള്ള അടിപൊളി വീഡിയോസും ആയിട്ട് അണ്ണൻ തിരിച്ചു വരത്തുള്ളൂ. അണ്ണന്റെ പിള്ളേരെ എല്ലാവരും കമന്റ് ചെയ്യും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഗൈസ്, ലവ് യു ആൾ, ടേക്ക് കെയർ, പഠിക്കുക, കാണാം.